ഞങ്ങളപ്പോൾ ഏച്ചിക്കുട്ടനെ വാക്സിൻ ഇടാൻ പോവാണ് അല്ലേ? ഏച്ചിക്കുട്ടനെ വാക്സിൻ ഇട്ടിട്ട് പിന്നെ അമ്മയ്ക്കും വാക്സിൻ ഇടാൻ പോവാണ്. അയ്യോ, ഏച്ചിക്കും വേദനിക്കും, അമ്മയ്ക്കും വേദനിക്കും അല്ലേ? ടാറ്റ പറയും. ബൈ ബൈ. നമ്മള് പോവാണ്, കോവിഷീൽഡ് എടുക്കാൻ പോവാണ് അല്ലേ? മഴ നന്നെ കൊണ്ട് വാക്സിൻ എടുക്കാൻ പോകണം. എന്താവോന്ന് അറിയില്ല. പനി വന്ന് മുക്കി കിടന്ന് എൻ്റെ മക്കളാരും നോക്കുമെന്ന് അറിയില്ല. ക്ലോസ് ചെയ്യ്, പുറത്തേക്ക് വരില്ലേ, പൂട്ട്. അപ്പം ശരി, നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇക്കാന്ത് കാർ എടുക്കാൻ പറഞ്ഞാൽ ഇക്ക കാർ എടുക്കൂല. ടാറ്റ ചുച്ചു. മഴ പെയ്യുന്നുണ്ട്. മാസ്ക് ഒക്കെ ഇടും കേട്ടോ. മാസ്ക് ഇട്ടു, വണ്ടിയിലേക്ക് കയറിയിരുന്നു. കുറച്ചനെ എൻ്റെ കാലൊക്കെ കാണുന്നു. നമ്മൾ ബൈക്കിലാണ് പോകുന്നത്. എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ വാക്സിൻ. കല്യാണ മണ്ഡപത്തിലാണ് വാക്സിൻ. ഞാൻ വേഗം മൊബൈൽ ഉള്ളിൽ വെക്കട്ടെ, കുറേ ആൾക്കാർ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തീരെ ഉഷാറില്ല കേട്ടോ. കാരണം വാക്സിനൊക്കെ എടുത്ത് നല്ല പെയിനാണ്. ഹേസൻക്ക് കാലും കയ്യിലും എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കയ്യിൽ കോവിഷീൽഡാണ് എടുത്തത്. നല്ല വേദന ഉണ്ട്, കൈ പൊക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ടയേർഡാണ്. പനി വരുന്ന പോലെ ഉണ്ട്, വരുന്ന പോലെയല്ല, ശരീരം മൊത്തം പെയിനാണ്. അപ്പോൾ മൊത്തത്തിൽ പണി കിട്ടിയ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് രാവിലെ പഴവും മുട്ടയും ഒക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. ഒരേ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ പുഴുങ്ങുന്നത്. താഴെ മുട്ടയിട്ടു, മുകളിൽ പഴവും കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നാഷ്ട ഇഡ്ഡലിയാണ് കേട്ടോ. ഒരു സാധാ ഒരു നാടൻ വ്ളോഗാണ്. പിന്നെ ഇതിൽ ഒരു 2 റെസിപ്പി, 2 1 ഒരു റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. വീഡിയോ പറ്റുന്നവർ അവസാനം വരെയും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് എന്തായാലും ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ. പിന്നെ റനക്കുട്ടി ഡയറ്റിലാണ്. അതുകൊണ്ട് തന്നെ റനക്കുട്ടി ചെറുപയർ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ വേണം. അപ്പോൾ അതൊന്നിച്ച് ഉപ്പേരി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ആർക്കൊക്കെ എന്തൊക്കെ ലീവും റെസ്റ്റും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ വീട്ടമ്മമാർക്ക് ഈ സംഭവങ്ങൾ രണ്ടും ഉണ്ടാവില്ല. റെസ്റ്റും ഉണ്ടാവില്ല, നമുക്ക് ലീവും ഉണ്ടാവില്ല. തീരെ വയ്യ, വീഡിയോ എടുക്കാനൊന്നും വയ്യ. പക്ഷെ എന്തായാലും പണികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ വേവിക്കാനായിട്ട് ഇടുന്നുണ്ട്. കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഹേസുക്കും ചുച്ചുക്കും എനിക്കും നേന്ത്രപ്പഴവും നാടൻ മുട്ടയാണ്. ഞാൻ ചെറുതായിട്ടൊന്ന് കഴിക്കുന്നുള്ളൂ. എനിക്ക് ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര ഒരു തലകറക്കം പോലെയൊക്കെ, രാവിലെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഹേസിൻ്റെ കൂടെ ഞാനും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പാവം ഹേസുമോനു കാല് നല്ല വേദന ഉണ്ടാവും. നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ട് നടക്കുന്നുണ്ട്. എങ്കിലും ചെറിയ കുട്ടികളല്ലേ, വേദന പുറത്ത് കാണിക്കൂലല്ലോ. പിന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോ ശരീരം കൊണ്ട് മാത്രമല്ല സുഖമില്ലായ്മ, മാനസികമായിട്ടും കുറച്ച് ഭയങ്കര എന്തൊക്കെയോ വിഷമങ്ങളൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വിഷമിച്ചിട്ട് ഇരിക്കാതെ കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഓരോന്ന് ആലോചിക്കാനൊന്നും സമയം കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇട്ടതും കൂടിയിട്ട്. ഞങ്ങളിവിടെ കിണറുണ്ടോയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കിണറല്ല, ബോറിങ്ങാണ് ഉള്ളത്. മലമ്പുഴ വെള്ളമാണ് കേട്ടോ പൈപ്പിലൂടെ കുടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചവെള്ളം കുടിക്കാറില്ല. വെള്ളം നല്ല തിളപ്പിച്ചിട്ട് ആറി എടുത്ത് വെക്കും. അതാണ് നമ്മൾ എപ്പോഴും കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ.
അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തലേദിവസം വാങ്ങിയിട്ട് വന്ന കൂന്തലാണ് കേട്ടോ ഇന്ന് നമ്മൾ വെക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബാങ്കിലേക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. എനിക്ക് നല്ല ഇക്കയാണ് പോകേണ്ടത്, പക്ഷേ ഇക്ക ഞാനില്ലാതെ പോകില്ല, അവിടെ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ ഇക്കാക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് വിളിച്ചു. എനിക്ക് പോകാൻ ഒട്ടും ഇഷ്ടമല്ല, വയ്യ തീരെ, എങ്കിലും പോകേണ്ടി വന്നു കേട്ടോ. പോയിട്ട് പിന്നെ അങ്ങനെ തിരിച്ച് വന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ. പോയിക്കോ ഉള്ളി പോയിക്കോ comments. അങ്ങനെ ബാങ്കിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അന്ന് ബാങ്കിൽ ഒരു 4 ലക്ഷത്തോളം രൂപ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഒന്നും അടച്ചിട്ടില്ല, ഈ ഇടയ്ക്കൊന്ന് അടച്ചു, പക്ഷേ അത് വീണ്ടും തിരിച്ചെടുക്കേണ്ടി വന്നു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് ഒരു ദിവസം വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് അടുക്കി വെക്കാനുണ്ടായിരുന്നു, അതൊന്ന് അടുക്കി വെച്ചു. അതിന് ശേഷം നമുക്കിനി കൂന്തലിൻ്റെ പണികൾ ചെയ്യാം കേട്ടോ. പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ സവാള 3 എണ്ണമാണ് കേട്ടോ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണോളം ഇടുന്നുണ്ട്. നമ്മളിവിടെ അരച്ച് വെക്കുന്നതാണ് കേട്ടോ. അത് വഴണ്ട് വന്നതിന് ശേഷം 2 തക്കാളിയാണ്, ഫുള്ളായിട്ട് വലിയ തക്കാളിയാണ്, അത് ഫുള്ളായിട്ട് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അതിൻ്റെ ഇടയിൽ ഹയാൻ എന്താ ചെയ്യണമെന്ന് നോക്കാനും വേണ്ടിയിട്ട് വന്നാണ്. ഭയങ്കര തരികിടയാണ് കേട്ടോ. അപ്പോൾ ഹയാന് ഫുള്ള് മൊബൈലിൽ നോക്കിയിട്ടിരിക്കും. അപ്പോൾ മക്കളെ ഇടയ്ക്ക് അതും കൂടെ ഒന്ന് നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂന്തലിൻ്റെ പണിയാണ്. പിന്നെ 2 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2.5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുരുമുളക് പൊടി 1 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മൂടി വെക്കുക, നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. മസാല ഒക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കൂന്തലിലെ വെള്ളമൊക്കെ ഒന്ന് കളയാം. ഒന്നും കൂടെ വാഷ് ചെയ്യാണ്. ഓൾറെഡി നമ്മൾ കഴുകി വെച്ചതാണ് കേട്ടോ. എങ്കിൽ കൂടെ ഒന്നും കൂടെ കഴുകിയിട്ട് അകത്ത് വെള്ളം ഫുള്ളായിട്ട് കളഞ്ഞു വെക്കണം. അപ്പോൾ മസാല ഇവിടെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കൂന്തൽ ഇട്ട് കൊടുക്കുക. നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം കൂന്തലിൽ നിന്ന് തന്നെ വെള്ളം വരും. നമുക്ക് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിക്കാതിരിക്കുക. കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുക്കുക. എനിക്കിപ്പോൾ അതൊന്നും എടുക്കാൻ സമയമില്ല, ഡ്രൈ ആയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു നാടൻ രീതിയിലാണ് കേട്ടോ. നമ്മൾ നേരത്തെ വേവിക്കാനായിട്ടിരുന്ന ചെറുപയർ താളിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സോയ സോസ് വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കുക. ഈ ഗ്രേവി ഇതോടുകൂടെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡ്രൈ ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ പണികളാണ്. റനക്കുട്ടീനെയും എൻ്റെ ഉമ്മാനെയും ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ നമ്മൾ അന്ന് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ വർക്കൗട്ടാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. കറക്റ്റായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഓരോ സമയം എന്താ കഴിച്ചത്, എന്താ കഴിക്കാൻ പോകുന്നത്, എന്താ കഴിക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതുപോലെ ഉമ്മ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ 1 കിലോയോളം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഉമ്മക്ക് കുറേ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതാണ്. അതൊക്കെ നോക്കിയിട്ട് പറ്റിയ വർക്കൗട്ട് കൊടുക്കുന്നുണ്ട്. ഡയറ്റീഷ്യൻ ഇടയ്ക്കിടയ്ക്ക് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും PCOD അല്ലെങ്കിൽ ഇതുപോലെ വെയിറ്റ് കൂടിയിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വെയിറ്റൊക്കെ കുറഞ്ഞിട്ട് ഒരുപാട് പേര് ഗർഭിണി വരെ ആയിട്ടുള്ളതാണ്. സോ ഞാൻ നമ്പർ ഏതായാലും കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ, വെയിറ്റ് കുറയാൻ ആഗ്രഹമുള്ളവർ. ഇത് നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. റെസിപ്പിയൊന്നും കാണിക്കുന്നില്ല. മറ്റേ എഗ്ഗും പാലും കൂടെ വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. പകുതി മുക്കാലും തിന്ന് തീർത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് രാത്രി നമ്മുടെ ഹെയ്സൻ മോനുള്ള ഫുഡാണ്. ഹെയ്സൻ മോനെന്നല്ല, നമുക്കും വേണമെങ്കിൽ കഴിക്കാം. ഓട്സും പഴവും ഇട്ടിട്ടുള്ള ഒരു കഞ്ഞി പോലെയുള്ള ഒരു സംഭവമാണ് കേട്ടോ. വെള്ളം നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം വെക്കുക. അതിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണ് കേട്ടോ ഇത്. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം.
ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഓട്സ് ഇട്ട് കൊടുക്കാം. ഒരു കൈപ്പിടി ഓട്സ് മതി. നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 കൈപ്പിടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹെയ്സന് കൊടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ആക്കാണ്. അതുകൊണ്ട് ശരിയാക്കാം കേട്ടോ. ശരിയാക്കാം. നമ്മൾ വലിയവർ കഴിക്കുകയാണെങ്കിൽ നേന്ത്രപ്പഴം ഇടണ്ട, ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വരില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നേന്ത്രപ്പഴം ഉണ്ട്, ഞാൻ ഹെയ്സന് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് നേന്ത്രപ്പഴം കൂടി ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഹാഫ് നേന്ത്രപ്പഴമാണ് ഞാൻ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് അതിൽ കിടന്നിട്ട് നമ്മുടെ ഓട്സും കൂടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും കൂടെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു 2-3 പേർക്കെങ്കിലും നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇതുവരെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, അസ്സലാമു അലൈക്കും. അമ്മി ഞാൻ പറ്റിക്കണേ വേണ്ടപ്പോ അങ്ങനെ പറയണ്ട. അമ്മി കഴിക്കാം. മെല്ലെ വേണ്ടപ്പോ ഞാനില്ല.